നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താടാ നീ ഇന്ന് ഓഫീസിലില്ലേ? അതെ. നീ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്? അത് ഞാൻ പറയാം. ശരി ശരി. ദേ അമ്മ വന്നു, ഞാൻ കൊടുക്കാം. എന്താടാ വിളിച്ചേ? അമ്മേ, ഇന്ന് രാത്രി എന്താ കഴിക്കാനുണ്ടാക്കുന്നത്? അതെന്താടാ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ചോദ്യം? നിനക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കാറുണ്ടല്ലോ എല്ലാ നേരത്തും. അല്ല, ഇന്നെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. അമ്മയുടെ അടുത്തുള്ള ആൾക്കൊന്ന് ഫോൺ കൊടുത്തേ. അടുത്തുള്ള ആളിന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. എന്താടാ? അയ്യോ, അച്ഛനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അടുത്തുള്ള ആൾക്കൊന്ന് ഫോൺ കൊടുത്തേ. എന്നെയല്ല. എന്ത് പറ്റിയടാ നിനക്ക്? എന്തിനിങ്ങനെ മാറി മാറി ഫോൺ കൊടുക്കാൻ പറയുന്നേ? അമ്മയും അച്ഛനും അല്ലാതെ വേറൊരാളില്ല അവിടെ. അയാൾക്ക് ഫോൺ കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവനെ ഞാൻ ഉദ്ദേശിച്ചത്. ജീവന എടുത്ത് സംസാരിക്കും. சார் ஆபீஸ்ல இருந்து என்கிட்ட பேசணுமா? சார் பேசுங்க சார். என்ன என்னங்க ஒண்ணுமே பேசல? നിന്നോട് ആരട കഴുത ഇതിനകത്തോട്ട് കയറി വരാൻ പറഞ്ഞത്? എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് വിളിക്കുമ്പോ നിന്റെ വൃത്തികെട്ട സൗണ്ട് ആണോടാ ഞാൻ കേൾക്കേണ്ടത്? അമ്മയ്ക്ക് ഫോൺ കൊടുക്കടാ. അമ്മയ്ക്ക് ഫോൺ കൊടുക്കടാ. ஆமா சார். ஆமா 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 ரொம்ப நன்றி சார். கொடுக்கிறேன் സാറ് എണ്ണ അല്ല ഉദ്ദേശിച്ചത്. മുരുക, എന്താടാ ഇപ്പൊ നിന്റെ പ്രശ്നം? ആരോടാ നിനക്ക് സംസാരിക്കാനുള്ളത്? അമ്മേ, എല്ലാരും കൂടെ കളിക്കല്ലേ. നിത്യക്കൊന്ന് ഫോൺ കൊടുക്കാവോ? ഇതിനാണോ നീ ഇത്രയും വളച്ചു കെട്ടി പറഞ്ഞുകൊണ്ടിരുന്നത്? നിത്യ ഇവിടെ ഇല്ല മോനെ, സാറയുടെ കൂടെ പുറത്തു പോയിരിക്കുക. എപ്പോ? കുറച്ചു മുൻപ് ഇറങ്ങിയതേ ഉള്ളൂ. ശരി. അവളിപ്പോ പോയി. ഹലോ മോനെ. ഹലോ. തനിച്ചവളെ കൈ കിട്ടിയ സാറ് വെറുതെ ഇരിക്കില്ല. എന്താ സംഭവം? എന്തു പറ്റി? എന്തോ ഒരു പ്രശ്നം? നിത്യമോളോട് സംസാരിക്കാൻ വേണ്ടിട്ടാ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളെ. അല്ല, ഇപ്പോഴത്തെ പിള്ളേർ ഓരോ കാര്യങ്ങള്. പിള്ളേരുടെ ഈ കാലത്ത് മാത്രമേ കുഴപ്പമുള്ളൂ. നമ്മുടെ കല്യാണം കഴിഞ്ഞിരുന്ന സമയത്തെ അടുക്കളയുടെ പുറത്തു നിന്ന് ജനലിൽ കൂടി കൈയും കലാശവും ഒക്കെ കാണിച്ചത് മറന്നുപോയോ? അന്നേ അച്ഛൻ കാണിച്ചത് ഇന്ന് മോൻ ഫോണിലൂടെ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. അവളെ കണ്ടുപിടിച്ചേ പറ്റൂ. നമ്മളിവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന സാറേച്ചി കൂട്ടുകാരിയെ കാണാനെന്ന് പറഞ്ഞു പോയേ. ഹോസ്പിറ്റലിൽ വരാൻ നമുക്ക് അസുഖമൊന്നുമില്ലല്ലോ. ആക്ച്വലി എന്താ പരിപാടി? പറയേച്ചി, നമ്മളെന്താ ഇവിടെ? വേണ്ടപ്പെട്ട ഒരാളെ കാണാനാ. ആരാ എന്തെന്നൊക്കെ ഞാൻ പറയാം, നീ വന്നേ. ബൈക്ക് റെഡി ആയിട്ടുണ്ട്. അവിടെ തന്നെ നിന്നാ മതി, ഞാൻ വണ്ടി കൊണ്ടുവരാം. ഇത് ആരുടെ ബൈക്കാ? ഇതിന്റെ ഉടമസ്ഥന്റെ. അപ്പൊ പിന്നെ താനിത് ശരിയാക്കിയതോ? അയാൾ എന്നെ വിളിച്ചു, ഞാൻ ശരിയാക്കി. എനിക്ക് മനസ്സിലായില്ല. എടോ, ഇതെന്റെ പാർട്ട് ടൈം ജോബാണ്. എന്ന് പറഞ്ഞാ എന്റെ വിദ്യാഭ്യാസത്തിനും ബാക്കി ചെലവിനുള്ള പണം സംഘടിപ്പിക്കാൻ ഒരു പാർട്ട് ടൈം. സത്യമായിട്ടും? ഈ കാരണവന്മാര് പറയാറില്ലേ, പഠിക്കേണ്ട കാലത്ത് പഠിക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന്. അത് ചെയ്യാത്തതിന്റെ ഫല ഇങ്ങനെ ഒരു തൊഴിൽ. +2 പഠിക്കുമ്പോ മുതല് ഞാൻ 1-2 മണിക്കൂർ ഒരു വർക്ക്ഷോപ്പിൽ നിന്നിരിക്കുന്ന ശീലം ഉണ്ടായിരുന്നു.
അവിടുന്ന് കണ്ടുപിടിച്ച ഇതൊക്കെ. പിന്നെ അത് പതുക്കെ അങ്ങ് ഉപകാരപ്പെട്ടു. ഇങ്ങനെ വഴി പെട്ട് കിടക്കുന്നവര് മൊബൈലിൽ വിളിക്കും. എത്താവുന്ന ദൂരത്താണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് എത്തിയിരിക്കും. നല്ല കാശാ മോളെ. താനൊരു ഭയങ്കരനാണല്ലോ. ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത്. അല്ല, ഈ പാർട്ട് ടൈം ആയിട്ട് ഒരു കാര്യം നോക്കുമ്പോ തന്നെ വേറെ എന്തൊക്കെയുണ്ട്? ഓൺലൈനായിട്ട് ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ടല്ലോ. എടോ, ഇതിന്റെ ഒരു കാര്യം എന്താണെന്നറിയോ? ഈ ബൈക്കും അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ക്രൈസാ. നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി വേണം നമ്മൾ ചെയ്യാനെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അത് തന്നെ സംഭവം. എന്ത് തൊഴിലും എടുക്കാൻ കൊച്ചേ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നാ മതി. ജോലി ഇതാണെങ്കിലും അതിന്റെ കരിയും പുകയായിട്ട് വെളിയിലേക്ക് പോകണ്ട. അതും ഇത്ര സുന്ദരനായിട്ട് ഒരാള്. താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്. എങ്കിൽ ഞാൻ പോട്ടെ. തിരക്കില്ലെങ്കിൽ നിക്കടോ. എനിക്കിപ്പോ തന്നോട് ആരാധന തോന്നിയിരിക്കുന്ന സമയം. കുറച്ച് സംസാരിച്ചോട്ടെ ഞാൻ. ഓക്കെ, എന്നാ ആയിക്കോട്ടെ. പാർലറിലേക്ക് സാധനങ്ങൾ എടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഇവളുടെ വണ്ടി എന്താ ഇവിടെ കിടക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.